everyone, welcome back to Kavitha Sugar and Spice. Last week നമ്മൾ ഒരു റസ്മലായി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊരു ബംഗാളി സ്വീറ്റ് ആയ റസഗുള്ളയാണ്. റസഗുള്ള ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ടി വി ഒക്കെ വന്ന സമയത്ത് ഹിന്ദി മാത്രം കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് വരാറുണ്ടായിരുന്നു റസഗുള്ളയുടെ. അപ്പോൾ ഇതെന്താണാവോ സാധനം എന്ന് വിചാരിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അത് കാനഡിലുള്ള ആ റസഗുള്ള വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം. പാലും പഞ്ചസാരയും ഒരു ചെറുനാരങ്ങയും മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം. പാല് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിക്കാൻ. റസഗുള്ള പ്യുവർ വൈറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ഒരു തരി പോലും കറുപ്പോ ബ്രൗണോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാല് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ല, അടിയിൽ വല്ല ബ്രൗണോ കറുപ്പൊക്കെ വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് പാല് പിരിക്കണേൻ്റെ മുന്നേ ആയിട്ട് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടാവണം. കാരണം നമ്മളിത് പിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതിലാകെ കൂടെ മിക്സായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാലിവിടെ ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു അരക്കഷ്ണം നാരങ്ങയാണ് പിഴിയുന്നത്, ചെറുനാരങ്ങ. അപ്പോൾ അത് പിഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അതിനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് മെല്ലെ മെല്ലെ പിരിഞ്ഞ് തുടങ്ങും. നമ്മുടെ പാലും പനീറും സെപ്പറേറ്റ് ആവുന്നത് വരെ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റരുത്, അത് അവിടെ തന്നെ വെക്കുക. ആ ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് പിരിഞ്ഞ് കിട്ടുള്ളൂ. ഇതിന് മുന്നേ റസ്മലായി ഉണ്ടാക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ട് ആദ്യം പറയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ പോരാ, ആ പാലിൻ്റെത് ഒരു വെള്ളത്തിനെ പോലെ ആയി മാറുമ്പോഴാണ് അത് റെഡിയായി എന്നർത്ഥം. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കൂടുതൽ കുക്ക് ചെയ്യാതെ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 2 കപ്പ് ഐസ് ഇടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് ഓവർ കുക്ക് ആവാണ്ടിരിക്കാനും അതിൻ്റെ കുക്കിംഗ് നിൽക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഐസ് ഉരുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു തോർത്ത് വെച്ചിട്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ചീസ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു തോർത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ഇത് അരിച്ചിട്ട് പനീറിൽ നിന്ന് ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് അതിനെ എവിടെയെങ്കിലും കെട്ടി തൂക്കി വെക്കണം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അതിലത്തെ വെള്ളം പോകുന്നത് വരെ നമ്മളതിനെ അവിടെ കെട്ടി വെക്കണം. അപ്പോൾ ഈ വെള്ളം, ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ചൂട് തണിഞ്ഞതിന് ശേഷം ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് പോഷകാംശം ഒക്കെ ഉള്ളൊരു വെള്ളമാണത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് പിഴിയുന്നത് ഒരുപാട് നമുക്ക് പിഴിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുവിധം പിഴിഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ കെട്ടി തൂക്കി വെക്കുമ്പം ആ വെള്ളം ഊറ്റിയിട്ട് പൊക്കോളാം. അപ്പോൾ ഞാനിത് അരമണിക്കൂർ അവിടെ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിനെ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് കുഴയ്ക്കുക. കുറച്ചൊരു പശിമയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മളൊരു ഗ്രെയിൻസ് ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ ഇങ്ങനെ ഉരുട്ടി കുഴച്ച് അങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റസഗുള്ള ആക്കാനുള്ള കണ്ടീഷനിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ബോള് എടുക്കുക. എന്നിട്ട് നമ്മൾ കൈയിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് അതിനെ ഉരുട്ടിയെടുക്കുക. ഒട്ടും ക്രാക്സ് ഇല്ലാതെ വേണം ഉരുട്ടിയെടുക്കാൻ. എല്ലാ ബോളുകളും ഉരുട്ടി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതിലേക്ക് ഒരു 2 ഏലക്കായ ഇടുന്നുണ്ട്. ഏലക്കായ തുറക്കാതെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏലക്കായ തുറക്കാതെ ഇട്ടതിൻ്റെ കാരണം അതിൻ്റെ കറുപ്പ് കളറൊന്നും വരാതിരിക്കാനാണ്. എന്നാൽ അതേ സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും വേണം. അപ്പോൾ ഒരു 2 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ പഞ്ചസാര പാനി തിളപ്പിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന റസഗുള്ളകളെ ഓരോന്നായിട്ട് മെല്ലെ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ 15 റസഗുള്ളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ആദ്യം ഒരു ഹൈ ഹീറ്റിൽ ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്യുക, അടച്ചു വെച്ചിട്ടാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. അത്രയൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ തടിച്ചിട്ടുണ്ടാവും. പിന്നീട് നമ്മളൊരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യാനുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ.
ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സിറപ്പ് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അല്ല കുറച്ച് തിന്നായിട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം റൂം ടെമ്പറേച്ചർ ആവുന്നവരെ ഇതിനെ അടച്ച് തന്നെ വെക്കാം. തണുത്തിട്ടോ റൂം ടെമ്പറേച്ചറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. പക്ഷേ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ജ്യൂസസൊക്കെ അതിലായിട്ട് ശരിക്ക് റെഡി ആയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ റസഗുല്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും മറ്റൊരു റെസിപ്പിയായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.